ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണമൊക്കെ വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഈ ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സജീവ RSS BJP പ്രവർത്തകനാണ് എന്നുള്ളതാണ് ആനന്ദിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലൊക്കെ തന്നെ പറയുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിലേക്കും പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് ആനന്ദ് പറയുന്നത്. അപ്പം മരണത്തെ എങ്ങനെ കാണുന്നു? ഒപ്പം തന്നെ ആനന്ദ് എങ്ങനെയാണ് RSS BJP പ്രവർത്തനത്തിൽ എങ്ങനെയായിരുന്നു? സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചിട്ടുണ്ടോ? മരണം എന്തായാലും വളരെ ദുഃഖകരമായ മരണമാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ ഒരു ദൗർഭാഗ്യപരമാണ്. ഇത്തരത്തിലൊരു മരണം നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആനന്ദ് ഉൾപ്പെട്ടിട്ടില്ല. 101 സീറ്റുകളിൽ 500-ലധികം പാർട്ടി പ്രവർത്തകരുടെ പേരുകൾ വന്നിരുന്നു. ആ പേരിലൊന്നും ഒരു സ്ഥലത്തും ആനന്ദിൻ്റെ പേര് കണ്ടിട്ടില്ല. BJPയുടെ സജീവ പ്രവർത്തകനുമല്ലായിരുന്നു അദ്ദേഹം. പണ്ട് RSS പ്രവർത്തകനായിരുന്നു. അതിനുശേഷം ഇപ്പം RSS പ്രവർത്തനത്തിനും രംഗത്തില്ല. അങ്ങനൊരു വ്യക്തിയാണ് ആനന്ദ്. അപ്പോൾ എന്താ സംഭവിച്ചു, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മനോദുഃഖം എന്താണെന്നുള്ളത് നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ എന്നുള്ളത് പറയാനുള്ളത്. ആനന്ദിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഭയങ്കര ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയം വരുന്നു, വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. വിനോദ് കുമാർ മണ്ണ് മാഫിയയുടെ ആളാണ്. ഒപ്പം തന്നെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്കെതിരെ ആരോപണം വരുന്നു. അങ്ങനെ മണ്ണ് മാഫിയപ്പെട്ട ആൾക്കാരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കാൻ ഇത് BJP ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള പാർട്ടിയല്ലേ, ഇത് ദേശീയ പാർട്ടിയല്ലേ. സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ വ്യക്തിത്വങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. ഈ വന്ന പേരുകളെല്ലാം യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ്. ആ യോഗ്യരായിട്ടുള്ള ആൾക്കാരിൽ ആർക്കാണ് വിജയസാധ്യത, അത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയത് ആരാണ്, ആ വിജയസാധ്യത ആരാണ് എന്ന് നോക്കിയാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഇത്തരത്തിലുള്ള മണ്ണ് മാഫിയയും ഉള്ള ആൾക്കാരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഇവിടെ ആരും കരുതില്ല. ഇത് BJPയാണ്, BJPയുടെ ദേശീയ പാർട്ടിയാണ്. ആ തരത്തിൽ പറയുന്നതൊക്കെ ഒരു തെറ്റാണ്. അത്തരത്തിലുള്ള ആൾക്കാരെയൊന്നും സ്ഥാനാർത്ഥിയാക്കാൻ അത്ര മടയന്മാരല്ല BJPയുടെ നേതൃത്വം. ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കറിയില്ല. എന്നാൽ BJP നേതൃത്വത്തിന് ഈ ആനന്ദിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി ചർച്ച നടന്നതായിട്ടൊന്നും അറിയില്ല. അയാൾ ഇന്നലെ ശിവസേനയിൽ ചേർന്നതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. പിന്നെ BJPയിൽ സജീവമായി പ്രവർത്തിച്ച ആളുമല്ല. ഒരു ചുമതലയിലും BJPയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് അദ്ദേഹം ആരോടെങ്കിലും ആവശ്യപ്പെട്ടതായിട്ട് അറിഞ്ഞിട്ടുണ്ടോ? അല്ല, എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഞാനോ അല്ലെങ്കിൽ BJPയുടെ ജില്ലാ നേതൃത്വമോ അതറിയില്ല. ഞാൻ പലരും ചോദിച്ചു. അയാൾ അങ്ങനെ സ്ഥാനാർത്ഥി ആഗ്രഹമായിട്ട് നമ്മളടുത്തും വന്നിട്ടില്ല. അങ്ങനെ ആഗ്രഹമായിട്ട് വരാൻ തക്ക സാഹചര്യം അദ്ദേഹത്തിനില്ലല്ലോ. സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനോ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു RSS പ്രവർത്തകനോ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഓക്കെ. ഇപ്പോഴും അങ്ങനെ ഒരു സാഹചര്യമില്ല. അയാൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളുമല്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളല്ലേ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയെ ആഗ്രഹിക്കുന്നതും സ്ഥാനാർത്ഥിയായി നേതൃത്വത്തെ സമീപിക്കുന്നതും. ഇത് വ്യക്തമായി തെറ്റാണത്. ഒരു കാലത്തും അങ്ങനെ ഒരു ചുമതലയും വഹിച്ചിട്ടില്ല. BJPയുടെ ചുമതല ഇതുവരെ വഹിച്ചിട്ടില്ല. BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയായിട്ടും അറിയില്ല. ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേറെ എന്തെങ്കിലും തർക്കം ഈ വാർഡിലുണ്ടായിരുന്നോ? ഈ ആനന്ദിൻ്റേതല്ലാതെ വേറെ എന്തെങ്കിലും? ഐക്യകണ്ഠനെയാണ് വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. വിനോദ് കുമാർ തൃക്കണ്ണപുരം വാർഡിലെ ജനങ്ങളുമായി നല്ല ബന്ധമുള്ള ആളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അത് ഒരു വിജയസാധ്യത കണക്കിലാക്കി തന്നെയാണ് വിനോദിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അത് തമ്മിൽ ഒരു തർക്കവുമില്ല. പരിശോധിക്കും ഇങ്ങനെ ഒരു ആരോപണം പാർട്ടിക്കെതിരെ വന്ന സ്ഥിതിക്ക്? പരിശോധിക്കും, അത് പരിശോധിക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത്, BJPക്ക് പറയാനുള്ളത് നിഷ്പക്ഷമായ അന്വേഷണം പോലീസ് നടത്തട്ടെ. മരണത്തിലേക്ക് കാരണം എന്താണ്? പലതും ആകാം. എഴുതി തന്നെ ആവണമെന്നില്ലല്ലോ, പലതും ആകാം. അപ്പോൾ അത് യഥാർത്ഥ കാര്യം എന്താണ്, അയാൾക്ക് മനോവേദന ഉണ്ടായ കാര്യം, മരണത്തിലേക്ക് സാഹചര്യം എന്താണ് എന്നുള്ള അന്വേഷിക്കട്ടെ. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി K ശബരിനാഥൻ പ്രതികരിച്ചിട്ടുണ്ട്, അപ്പോൾ CPM നേതാക്കൾ മറ്റു പലരും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വിഷയത്തിൽ BJP പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ സമയം കൂടിയാണ്. ഈ ജോയി ജില്ലാ സെക്രട്ടറി CPMൻ്റെ ശബരിനാഥൻ പറയുന്ന ഒന്നാണല്ലോ. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശബരിനാഥനും K മുരളീധരനും ജോയിയും ഗോവിന്ദ മാസ്റ്ററും പറഞ്ഞാക്കുന്നത് തന്നെയാണ്. അതെന്താണ്? തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ വിജയത്തെ തടുത്ത് നിർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അവർ ഒന്നിച്ച് രഹസ്യമായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് എല്ലാ കാലങ്ങളിലുണ്ട്. 2015 നടന്നിട്ടുണ്ട്, 2020 നടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഓപ്പണായിട്ട് വന്നത്
വേറൊരു തരത്തിലൊരു നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു നാടകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അവർ പറയുന്നതിനൊന്നും കാര്യമില്ല. അവർ പറയുന്നതെല്ലാം ഒന്നാണ്. ശബരിനാഥൻ പറയുന്നതിനോ ജോയി പറയുന്നതുമായി ബന്ധപ്പെട്ടൊന്നും എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. അവഗണിക്കുന്നു.